കാസർഗോഡ് കുമ്പള സ്കൂളിൽ പലസ്തീൻ അനുകൂല മൈം അവതരിപ്പിച്ചതിനെ തുടർന്ന് നിർത്തിവെച്ച കലോത്സവം ഇന്ന് വീണ്ടും നടത്തും. 4 വേദികളിലായാണ് മത്സരം നടക്കുക. ആരോപണ വിധേയരായ അധ്യാപകരെ പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്ക് വേദി 1-ലാണ് മൈം അവതരിപ്പിക്കുക. വിഷയത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വിദ്യാഭ്യാസ വകുപ്പിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഷഹദ് റഹ്മാൻ ചേരുന്നു കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. ഷഹദ്, ഇന്നിപ്പോൾ BJPയുടെ ഒരു പ്രതിഷേധം അത് ഉണ്ടോ? ആ രീതിയിലൊരു പ്രതിഷേധമുണ്ടോ? ഏത് രീതിയിലാകും പ്രതിഷേധം നടക്കുക? ഒപ്പം തന്നെ സമാധാനപരമായി ഈ മത്സരം നടക്കുമോ? സമാധാനപരമായി തന്നെ ഈ മത്സരം നടത്താനാണ് എന്തായാലും ഇപ്പോൾ സ്കൂൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കനത്ത പോലീസ് കാവലിലായിരിക്കും ഈ പരിപാടി നടക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം. കാരണം ഇതിനോടകം തന്നെ BJP ഈ ഭാഗത്തേക്ക്, അതായത് ഈ മൈബ് നടക്കുന്ന വേദിക്കരികിലേക്ക് ഇപ്പോൾ പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ അത്ര സുഗമമായിരിക്കില്ല എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. പക്ഷേ എങ്കിൽ പോലും ഇന്നുച്ചയ്ക്ക് 12 മണിക്കാണ് ഈ വിവാദമായിട്ടുള്ള ഈ പരിപാടി, അതായത് ഈ മൈമ ഇന്ന് വേദിയിൽ അരങ്ങേറുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം ഈ പ്രതിഷേധവുമായി വിദ്യാർത്ഥികളും യുവജന സംഘടനകളും ഒക്കെ രംഗത്ത് വന്ന ഘട്ടത്തിൽ പ്രധാനമായിട്ടും ഉന്നയിച്ച ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇതായിരുന്നു: ഈ അധ്യാപകരെ മാറ്റി നിർത്തണം എന്നുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അധ്യാപകർക്ക് നേരത്തെ ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചുമതലകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടും മാറ്റിയിട്ടുണ്ട്. കൂടാതെ ഈ പരിപാടി നടക്കുന്ന മേഖലയിലേക്കും ഇവർക്ക് പ്രവേശനം ഉണ്ടാകില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ PTA ഇപ്പോൾ മറ്റൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് DDAയോട് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ 2 അധ്യാപകർ മാത്രമല്ല ഈ സംഭവങ്ങൾക്ക് പിന്നിൽ, മറിച്ച് സമാനമായ ചിന്താഗതിയുള്ള മറ്റ് അധ്യാപകർ. ഷഹദ് റഹ്മാൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കാസർഗോഡ് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.